السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, അവരെ നീറുന്ന നോവുന്ന പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദും നീ ഹസ്നാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, നീ ആജിലായ കാമിലായ ശിഫാ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു മജ്ലിസ് പോലും മുടക്കാതെ കാണുന്നവര്, ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ വീക്ഷിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അല്ലാഹു ഒരു പ്രയാസങ്ങളോ ഒരു ഇടങ്ങേറുകളോ ഒരു ബലാകളോ ഒരു ബുദ്ധിമുട്ടുകളോ അല്ലാഹുവേ നീ കൊടുക്കല്ല അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ കാത്തോളണേ അല്ലാഹ്. കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ പവിത്രമാക്കപ്പെട്ട ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ വലിയതായി പ്രയാസത്തിൽ അനുഭവിക്കുന്ന, വലിയതായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രതിസന്ധിയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വലിയതായിട്ടുള്ള പരീക്ഷണങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന ധാരാളം ആളുകൾ. സാമ്പത്തിക മേഖലകൾ എടുത്തു നോക്കിയാൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവര്, സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവര്. ഈ അടുത്തായിട്ട് നമ്മൾ 2-3 മജ്ലിസുകൾ, വീഡിയോസുകള് കടങ്ങളിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്നവർക്ക് ചൊല്ലാനുള്ള ദിക്റുകൾ പറഞ്ഞ് വിശദീകരിച്ച് നമ്മൾ മജ്ലിസ് ചെയ്തിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ചൊല്ലാനുള്ള ദിക്റുകൾ, അമലുകൾ പറഞ്ഞ് വീഡിയോസ് മജ്ലിസ് നമ്മൾ ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ധാരാളം ആളുകൾ പല മേഖലകളിൽ നിന്ന് ഞങ്ങളുമായി സമീപിച്ചു. തങ്ങളെ വലിയതായിട്ട് പ്രയാസമാണ്, അവരെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സമീപിച്ചവർ കടം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുകയാണ്. സാമ്പത്തിക മേഖലയിൽ വലിയ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാണ് തങ്ങളെ. ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു വലിയ പരീക്ഷണങ്ങൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ പരീക്ഷണത്തിലാണ് തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ അറിയിച്ചവർ, സങ്കടങ്ങൾ പറഞ്ഞവര്, തങ്ങളെ നീ എത്ര ദിക്റുണ്ടെങ്കിലും എന്ത് ചൊല്ലാനുണ്ടെങ്കിലും ഞങ്ങൾ ചൊല്ലാൻ തയ്യാറാണ്. ഇത്രം പ്രയാസത്തിൽ നിന്ന് ഞങ്ങളൊന്ന് കരകേറിയാൽ മതിയായിരുന്നു. ദുആ ചെയ്യണമെന്ന് ധാരാളം ആളുകൾ പറഞ്ഞു. ധാരാളം ആളുകൾ അത്രം പ്രതിസന്ധിയിലാണ്. ലോണിന്റെ പ്രയാസങ്ങള്, വലിയതായിട്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ട്, വലുതായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ലോൺ എടുത്തവര്, അതിലേക്ക് പോലും തിരിഞ്ഞവര്, വീടിന്റെ ആധാരം കൊണ്ടുപോയി പണയം വെച്ചവര്. അല്ലാഹുവേ, അത്തരം അവസ്ഥയിൽ ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാഹ്. സാമ്പത്തികമായിട്ടുള്ള പരീക്ഷണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഉള്ളതിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ പറഞ്ഞത് തങ്ങളെ കിട്ടുന്നതിൽ ബർക്കത്തില്ല. ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, ആയിരങ്ങൾ സമ്പാദിക്കുന്നുണ്ട്,
പക്ഷേ ഒന്നിലും ബർക്കത്തില്ല. ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആള്, അല്ലെങ്കിൽ മാസത്തില് 15,000 രൂപ 10,000 രൂപ സമ്പാദിക്കുന്ന ആളുകള് ഖൈറായ രീതിയിലാണെങ്കിൽ, ഒരു ഉസ്താദുമാരെടുത്ത് നോക്കിയാൽ അവരെ സാലറി എടുത്ത് നോക്കിയാൽ 10ഉം 15ഉമാണ്. പക്ഷെ അവര് വീടുണ്ടാക്കുന്നുണ്ട്, അവര് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അതിൽ ഉള്ളതിൽ ബർക്കത്തുണ്ട്, കിട്ടുന്നതിൽ ബർക്കത്തുണ്ട്. മറ്റുള്ള ആളുകൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ വീടുണ്ടാവൂല, വാടക വീട്ടിലായിരിക്കും. കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്തരം അവസ്ഥയിൽ സാമ്പത്തിക മേഖലകളിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നവര്, സങ്കടം കൊണ്ട് വലിയ പ്രയാസമായിട്ട് വിളിച്ചും നേരിട്ടും സമീപിച്ചവര് പറയുന്നതാണ്, തങ്ങളെ ഏത് ദിക്റ് ചൊല്ലാനും ഏത് ആയത്ത് ഓതാനും എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഈ ദാരിദ്ര്യമൊന്നും നീങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു, ഈ പ്രയാസമൊന്ന് നീങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു, കടങ്ങളൊന്ന് വീടി മനസ്സമാധാനം ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് സങ്കടം പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് ചെയ്യാൻ പറ്റിയ 2 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ പറയുന്നത്. 2 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. മുഅ്മിനീങ്ങളെ, ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശദീകരിക്കുന്നത്. എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റും 2 ആയത്തുകളുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാം ചെയ്യാം. നമ്മൾ മജ്ലിസിൽ പറഞ്ഞിരുന്നു, എല്ലാം നമുക്ക് കഴിയുന്നതിന്റെ പരമാവധി നമ്മൾ അമലുകൾ ചെയ്യാം, ദിക്റുകൾ ചൊല്ലാം. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. നിങ്ങളെ റിസൾട്ട് ഉണ്ടാകും, അത് ഉറപ്പാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. മുഅ്മിനീങ്ങളെ, കടങ്ങളിൽ പ്രയാസപ്പെടുന്നവര്, സാമ്പത്തിക ഞെരുക്കത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ചിന്തിക്കേണ്ടത് എന്താണ്? ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. എനിക്ക് മാത്രമാണല്ലോ ഈ പണ്ടാരം എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ നീരൂല, പിന്നെ അവന്റെ കടങ്ങൾ വീടൂല. മുഅ്മിനീങ്ങളെ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഇത് നമുക്ക് മാത്രമല്ല, മഹാന്മാരായ അംബിയാക്കൾക്കുണ്ടായിരുന്നു, സ്വഹാബത്തുൽ കിറാമിനുണ്ടായിരുന്നു, മഹാന്മാരായ ഔലിയാക്കൾക്കുണ്ടായിരുന്നു പരീക്ഷണം. നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. മുഅ്മിനീങ്ങളെ, നമുക്ക് കൂടുതലായിട്ട് അമലുകളില്ല. അല്ലാഹുവിന്റെ മുന്നിൽ വെക്കാൻ നമുക്ക് ഒന്നുമില്ല. നമ്മളൊക്കെ സീറോയാണ്, വെറും വട്ടപൂജം. നമുക്ക് പരീക്ഷണം ഉണ്ടാവൂലേ? നമുക്ക് പരീക്ഷണങ്ങൾ അനവധി പരീക്ഷണം ഉണ്ടാകും. അതിൽ അടിയുറച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. മുഅ്മിനായിട്ടുള്ള ഒരാണിനും പെണ്ണിനും പരീക്ഷണങ്ങൾ, അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്നാമതായിട്ടുള്ള പരീക്ഷണം ഫീ ജസദി, അവന്റെ ശരീരത്തിലാണ്. ശരീരം കൊണ്ടുള്ള പരീക്ഷണം, രോഗം കൊണ്ടുള്ള പരീക്ഷണം അല്ലാഹുവിൽ നിന്നുണ്ടാകും. രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണം, രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണം. ഇതെനിക്ക് മാത്രമാണല്ലോ ഈ രോഗം എന്ന് ചിന്തിക്കേണ്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണ്ട. അത് അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്. ജസദി, ശരീരത്തിൽ നിന്നുള്ള പരീക്ഷണം ഉണ്ടാവും. ശരീരം കൊണ്ടുള്ള പരീക്ഷണം, അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണം ഉണ്ടാവും. വഫീ മാലി, അവന്റെ സമ്പത്തിൽ, നമ്മൾ പറയുന്ന ഈ ടോപ്പിക്, അവന്റെ സമ്പത്തിൽ അല്ലാഹു പരീക്ഷണം ഉണ്ടാകും. മാല് കൊണ്ട്, സമ്പത്ത് കൊണ്ട് പരീക്ഷണം ഉണ്ടാകും. അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണം ഉണ്ടാകും. വഫീ വലദിഹി, വഫീ വലദി, അവന്റെ മക്കളിൽ നിന്നുള്ള പരീക്ഷണം, മക്കളെ കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകും. ഈ 3 നിലക്കുള്ള പരീക്ഷണം അല്ലാഹുവിൽ നിന്ന് ഒരു മുഅ്മിനായിട്ടുള്ള ഒരു ആണിനും പെണ്ണിനുണ്ടാവും. മുഅ്മിനീങ്ങളെ, ആണിനും പെണ്ണിനുണ്ടാകും. സമ്പത്തിനുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഞെരുക്കം, കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തിക മേഖലയിലുള്ള പരീക്ഷണം. വഫീ വലദി, മക്കൾ കൊണ്ടുള്ള പരീക്ഷണം, മക്കളെ കൊണ്ടുള്ള പരീക്ഷണം. അവര് നന്നാവുന്നില്ല, നമ്മൾ പറഞ്ഞത് കേൾക്കുന്നില്ല. മക്കളെ കൊണ്ടുള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകള്, അത് മക്കളെ കൊണ്ടുള്ള പരീക്ഷണാണ്. യഥാർത്ഥ മുഅ്മിൻ അവിടെ നിൽക്കേണ്ടത് എന്താണ്? ഉറച്ച യഖീനോട് കൂടി അവൻ നിന്നാൽ അവൻ വിജയിച്ചു. മുഅ്മിനീങ്ങളെ, അവൻ വിജയിച്ചു.
ശരീരം കൊണ്ടുള്ള പരീക്ഷണം, മാരകമായ രോഗങ്ങൾ വന്നാൽ, മാരകമായ രോഗങ്ങൾ അല്ലാഹു നമുക്ക് തന്ന് നമ്മളെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ, അവൻ ഒരു മുഅ്മിനായ ഒരാള്, അവൻ അടിയുറച്ച് ഈമാനോടുകൂടി അടിയുറച്ച് നിന്ന് കഴിഞ്ഞാൽ അവൻ ആ പരീക്ഷണത്തിൽ വിജയിച്ചു. എന്ന മുഅ്മിനീങ്ങളെ, വിജയിച്ചു. അത് ഏതുവരെയാണ്? അല്ലാഹുവിനെ, അവന്റെ റബ്ബിനെ അവൻ കണ്ടുമുട്ടുന്നത് വരെ അത് ആ പരീക്ഷണം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലാഹുവിനെ, അവന്റെ റബ്ബിനെ അവൻ കണ്ടുമുട്ടുന്നത് വരെ ആ പരീക്ഷണമുണ്ടല്ലോ, ശരീരം കൊണ്ടുള്ള പരീക്ഷണമുണ്ടല്ലോ, സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണമുണ്ടല്ലോ, മക്കളെ കൊണ്ടുള്ള പരീക്ഷണമുണ്ടല്ലോ, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതിൽ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചൊരു മുഅ്മിൻ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അവൻ വിജയിച്ചു. എന്ന മുഅ്മിനീങ്ങളെ, വമാ അലൈഹി മിനൽ ഖതിആ, അതുകൊണ്ടൊരു ഗുണമുണ്ട്, അതുകൊണ്ട് നമുക്കൊരു നേട്ടമുണ്ട്. പാപരഹിതനായിട്ട് അല്ലാഹു നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. പാപങ്ങളില്ലാതെ കളങ്കങ്ങളില്ലാതെ നല്ല ഹൈറായ മനസ്സുമായിട്ട് പാപരഹിതനായിട്ട് അവന്റെ റബ്ബിൽ അവനക്ക് കണ്ടുമുട്ടാൻ കഴിയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പനി വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിക്കും. അതുകൊണ്ട് സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, എന്തിനാണ് നബിയേ അങ്ങ് സന്തോഷിക്കുന്നത്? അങ്ങ് എന്തിനാണ് നബിയേ അങ്ങ് സന്തോഷിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയും, സ്വഹാബാ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഇതുകൊണ്ട് എന്റെ പാപങ്ങൾ അല്ലാഹു കഴുകിക്കളയും. അല്ലാഹുവിന്റെ റസൂൽ പാപങ്ങൾ ചെയ്തിട്ടല്ല, എന്നാലും പാപങ്ങൾ കഴുകിക്കളയാൻ ഇതൊരു കാരണമാണ്. അല്ലാഹുവിന്റെ പരീക്ഷണം ഒരു കാരണമാകും. നമുക്ക് അല്ലാഹു നൽകുന്ന കടങ്ങൾ, വലിയ പ്രതിസന്ധികൾ, സാമ്പത്തികമായ പ്രതിസന്ധി, ദാരിദ്ര്യം, എല്ലാം കൊണ്ടുള്ള ബുദ്ധിമുട്ട്, നമ്മളെല്ലാ ബുദ്ധിമുട്ടിലും ഇങ്ങനെ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൈശാചിക മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ വലിയ ദാരിദ്ര്യം കൊണ്ടുള്ള അല്ലാഹുവിന്റെ പരീക്ഷണം, മക്കളെ കൊണ്ടുള്ള അല്ലാഹുവിന്റെ പരീക്ഷണം, എല്ലാ നിലയിലും നമ്മളിങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ശക്തമായ പരീക്ഷണം നമ്മളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളും ബേജാറാവണ്ട, ഒരാളും ഇടങ്ങേറാവണ്ട. മുഅ്മിനീങ്ങളെ, കടങ്ങളെ കൊണ്ട് അല്ലാഹു നമ്മളെ വലുതായിട്ട് പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ദിക്ർ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഈ രണ്ടായത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പ്രാവർത്തികമാക്കാൻ പറഞ്ഞ, നിത്യമാക്കാൻ പറഞ്ഞ ഈ രണ്ടായത്ത് പിന്നെയോ കഴിഞ്ഞില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ മുക്തത നേടാൻ, ദാരിദ്ര്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കട ഉണ്ടാവൂല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവൂല. ആദ്യം നമ്മൾ തേടേണ്ടത് ദാരിദ്ര്യത്തിൽ നിന്നുള്ള കാവലാണ്. മുഅ്മിനീങ്ങളെ, ദാരിദ്ര്യം ഉണ്ടാവരുത്, കിട്ടുന്നതിൽ ബർക്കത്ത് ഉണ്ടാവണം. എല്ലാം കൊണ്ട് നമുക്ക് ചെലവഴിക്കാൻ കഴിയണം. മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അത്തരം പ്രയാസത്തിലാണ് ധാരാളം ആളുകൾ, 100-ൽ 80% ആളുകളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ്. അല്ലേ? ആണ്. ഈ മജ്ലിസ് കാണുന്ന ധാരാളം ആളുകൾ അത്തരം പ്രയാസത്തിലാണ്. അതിന് ഒരൊറ്റ മൂലിയായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട്. ഹദീസിൽ വന്ന ധാരാളം ദിക്റുകളുണ്ട്, ധാരാളം ആയത്തുകളുണ്ട്, ധാരാളം സൂറത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ മഹത്വമേറിയ 2 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത്തരം പ്രയാസത്തിൽ അനുഭവിക്കുന്ന ആളുകൾ ഒരിക്കലും പേടിക്കണ്ട, ഒരിക്കലും നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളെ കടങ്ങളൊക്കെ തീരും, നിങ്ങളെ പ്രയാസങ്ങൾ തീരും. മുഅ്മിനീങ്ങളെ, ഇത് മുജറബാണ്, ഇത് അനുഭവസ്ഥര് ചൊല്ലിക്കൊണ്ട് അനുഭവം വ്യക്തമാക്കിയിട്ടുള്ള ഒരു ദിക്റും 2 ആയത്തുകളുമാണ്. നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഓരോരുത്തർ വിളിച്ചിട്ട് പറയാണ്, തങ്ങളെ
കാര്യങ്ങളെ എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ഒരു ഇടങ്ങേറിൽ നിന്ന് വലിയ മുക്തത ഉണ്ടായാൽ മതി, വലിയൊരു സംരക്ഷണം ഉണ്ടായാൽ മതി. എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളെ, എല്ലാം ഉണ്ടായിരുന്നു, സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം തകിടം മറിഞ്ഞത്, എല്ലാം ഇല്ലാതായത്, സീറോയിലേക്ക് ഞാൻ ചുരുങ്ങിയത് ഒരു നിമിഷങ്ങൾ കൊണ്ടാണ് ഞങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ഉണ്ടാവാൻ, ഈ ദാരിദ്ര്യങ്ങളും സാമ്പത്തികമായ ഞെരുക്കങ്ങളും ഈ കടങ്ങളും എല്ലാം തീർന്നു കിട്ടാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രണ്ട് ആയത്തുകൾ നിങ്ങൾ നിത്യമാക്കാൻ തയ്യാറാണെങ്കിൽ എന്നെ മുത്തുമിനീങ്ങളെ, നിങ്ങൾക്ക് കടം കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കൂല, സാമ്പത്തികമായ ഞെരുക്കം കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കൂല, ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കില്ല. ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഖബറിൽ വലിയ രക്ഷ അല്ലാഹു നൽകും. ഖബറിൽ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഫിറാശ്, സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു ഖബറിൽ നൽകും. ഇത് ഞാൻ പറഞ്ഞതല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചതാണ്. നിങ്ങളെ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആരും ഒഴിവാക്കരുത്. ഇൻഷാ അല്ലാഹ് ആ ദിക്റും ആ ആയത്തും പറയുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ മജ്‌ലിസ് നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് വരാനുള്ള കൺസൾട്ടിങ്ങിനുള്ള ഡേറ്റ് ഇനി ശനിയാഴ്ചയാണ്, വരുന്ന ശനിയാഴ്ചയാണ്. ഈ സന്ദർശനത്തിനുള്ള സമയം വരുന്ന ശനിയാഴ്ചയാണ്. ധാരാളം ഭാഗങ്ങളിൽ നിന്ന് പല പ്രയാസങ്ങളുമായിട്ട്, പല ഇടങ്ങേറുകളുമായിട്ട് നമ്മളെ സമീപിക്കുന്നവർ, പൈശാചികമായിട്ടുള്ള മേഖലകളിൽ വലിയതായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർ, തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വീടും ഭൂമിയിലുള്ള പ്രയാസങ്ങൾ, അങ്ങനെ പിണക്ക വിഷയങ്ങൾ, അങ്ങനെ പല മേഖലയിൽ ഓരോരോ കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നില്ല. അത്തരം പ്രയാസത്തിൽ സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇവിടം കൊണ്ട് പ്രയാസങ്ങൾ നീങ്ങിയ ആളുകൾ, അവരെ പ്രതിസന്ധികൾ നീങ്ങിയ ആളുകൾ, അവരെ ബുദ്ധിമുട്ടുകൾക്ക് വലിയ ആശ്വാസം പകർന്ന ആളുകൾ. മഹാനായ ജമലുല്ലൈൽ പാപ്പയുടെ കാവൽ കൊണ്ട് അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റുയർത്തണേ അല്ലാഹ്. അവിടുത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ പുരാനെ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയുള്ള ഇവിടുത്തെ കൺസൾട്ടിങ് രീതി, ഇവിടുത്തെ നോട്ടം, അവിടുത്തെ കാവലിലാണ് മുഅ്മിനീങ്ങളെ. നമ്മളെ മജ്‌ലിസ് നടന്നു പോകുന്നതും ഉപ്പാപ്പയുടെ കാവലിലാണ്. അല്ലാഹുവേ അവിടുത്തെ ദറജ ഏറ്റി നിൽക്കണേ അല്ലാഹ്. അല്ലാഹു അവിടുത്തേക്ക് ധാരാളം ആളുകൾ ഫാത്തിഹ നേർച്ച വെച്ച് ഓതുന്നവരുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി കൺസൾട്ടിങ്ങുള്ള നേരിട്ട് കാണാൻ വരുന്ന ആളുകൾ ബുക്ക് ചെയ്ത് വരേണ്ടത് ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പകർന്നു കൊടുത്ത ആ രണ്ട് ആയത്തുകൾ ഏതൊക്കെയാണ്? ആ രണ്ട് ആയത്തുകൾ ജുമാക്ക് പോലും വരാൻ കഴിയാതെ കടക്കാരൻ തടഞ്ഞു വെച്ച സ്വഹാബിയാണ് സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. ജുമാക്ക് പോലും വരാൻ കഴിയാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ച സ്വഹാബിയാണ് സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമാ സമയത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ ജുമാ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയ സമയത്ത് മുആദിനെ കാണുന്നില്ല. ഹബീബായ തങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച സ്വഹാബിയാണ് സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ച സ്വഹാബിയാണ് സയ്യിദുനാ
സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങൾ വിചാരിച്ചു, മുആദിന് എന്തു പറ്റി? ജുമാക്ക് കാണുന്നില്ലല്ലോ, ജുമാന്റെ നിസ്കാരത്തിന് മുആദിനെ കാണുന്നില്ല. ഹബീബായ തങ്ങളെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട്, മുആദിന്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എന്താണ് മുആദേ, ഇന്ന് നിസ്കാരത്തിന് ജുമാക്ക് നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മാറ്റിയതാണ്, ഞാൻ ഒരുങ്ങിയതാണ്. ഞാൻ ജുമാക്ക് വരാനിരിക്കുന്ന സമയത്ത് ഒരു യഹൂദിക്ക് ഞാൻ കുറച്ച് സ്വർണം കൊടുക്കാനുണ്ടായിരുന്നു. ആ യഹൂദി എന്നെ തടഞ്ഞു വെച്ചതാണ് നബിയേ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, മുആദേ, നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട മുആദേ. നിങ്ങൾക്ക് ഈ ഭൂമി നിറയെ സ്വർണം ഒരാൾക്ക് നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പ്രയാസപ്പെടണ്ട മുആദേ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറത്ത് ആലി ഇംറാനിലെ 26 ആയത്തുകൾ, 26-27 ആയത്തുകൾ നിങ്ങൾ ഓതി ദുആ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി നൽകും, നിങ്ങളെ കടങ്ങൾ അല്ലാഹു തീർത്തു നൽകും. മുആദേ, നിങ്ങളെ കടങ്ങളും നിങ്ങളെ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു തരും മുആദേ എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. എന്നെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും തമാശക്ക് പോലും കളവ് പറയാറില്ല, വെറുതെ അല്ലാഹുവിന്റെ റസൂൽ പറയാറില്ല. ഇൻഹുവ ഇല്ലാ വഹീയുഹാ, വഹീയത്തിട്ടല്ലാതെ അല്ലാഹുവിന്റെ റസൂല് ഒരു കാര്യവും നമ്മോട് കൽപ്പിച്ചിട്ടില്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് മഹാനായ സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത 2 ആയത്തുകളാണ്. ഏതാണ് ആയത്ത്? സൂറത്ത് ആലി ഇംറാനിലെ 26-27 ആയത്തുകൾ. 26-27 ആയത്തുകൾ ചെറിയ ആയത്താണ്. ഒരു പ്രാവശ്യം ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും ഓതുമ്പോ. പിന്നീട് ഇൻഷാ അല്ലാഹ് നിങ്ങളത് ബൈഹാർട്ട് ചെയ്യ, മനഃപ്പാഠമാക്കി ഓതിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ മുആദിനോട് പറഞ്ഞത് എന്താണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? മുആദേ, നിങ്ങൾക്ക് ഭൂമിക്ക് സമാനമായിട്ട് സ്വർണം നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിലും അല്ലാഹു അത് തീർത്ത് നൽകും. ഭൂമി മുഴുവൻ നിങ്ങൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും അല്ലാഹു അത് തീർത്തു നൽകും. അല്ലാഹുവിന്റെ റസൂൽ ഇത് വെറുതെ പറയോ? ഇത് വെറുതെ പറയോ? നിങ്ങളെ വെറുതെ പറയൂല. ഇതുകൊണ്ട് ഓദിക്കോ സൂറത്ത് ആലി ഇംറാനിലെ 26-27 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്ക്രീനിൽ കാണിച്ച് നമുക്ക് ഓതാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. تولج الليل في النهار وتولج النهار في الليل وتولج النهار في الليل
وتخرج الحي من الميت وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഈ രണ്ടായത്തുകൾ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കടമുണ്ടെങ്കിലും, എത്ര കടമുണ്ടെങ്കിലും, ലക്ഷക്കണക്കിന് കടബാധിതർ നമ്മളെ മജ്‌ലിസ് കാണുന്നവരിലുണ്ട്, കോടിക്കണക്കിന് കടബാധിതർ നമ്മളെ മജ്‌ലിസ് കാണുന്നവരിലുണ്ട്. അല്ലാഹുവേ, വിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് ആൽ ഇംറാനിലെ ഈ രണ്ട് ആയത്തുകളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി നൽകണേ അല്ലാ, നീ എളുപ്പമാക്കി നൽകണേ അല്ലാ. മഹാനായ സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മുആദേ, ഇത് ഓതി നിങ്ങൾ ദുആ ചെയ്യ്. ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ ഓതി ദുആ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കടമുണ്ടെങ്കിലും അല്ലാഹു വീട്ടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി നൽകും. കടമുള്ളവരില്ലേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരില്ലേ, സാമ്പത്തികമായ നെരുക്കുകൾ അനുഭവിക്കുന്നവരില്ലേ, ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞവരില്ലേ, ഇൻഷാ അല്ലാഹ് ഓദിക്കോ, എല്ലാ ദിവസവും ഓദിക്കോ. ഈ രണ്ട് ആയത്തുകൾ പതിവാക്കിക്കോ. ഈ രണ്ടായത്തുകൾ പതിവാക്കിക്കോ. അല്ലാഹുവേ, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കി നൽകണേ അല്ലാ. ഈ ആയത്ത് കൊണ്ട് അല്ലാഹുവിനെ അഭിസംബോധനം ചെയ്യുന്നത് മാലിക്കൽ മുൽക്ക് എന്താണ്? ഇസ്മുൽ അഅ്ളമിൽപ്പെട്ട നാമമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇസ്മുൽ അഅ്ളമിൽപ്പെട്ട ഈ പരിശുദ്ധമാക്കപ്പെട്ട നാമം കൊണ്ടാണ് ഈ ആയത്ത് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല, അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. മുഅ്മിനീങ്ങളെ, ഓദിക്കോ, മനസ്സറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടുകൂടി ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളെ കടങ്ങളെ വീട്ടി നൽകും. അല്ലാഹുവെ, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി നൽകണേ അല്ലാ. അതിനുള്ള സമ്പത്തും ആരോഗ്യവും ആയുസ്സും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. രണ്ടാമത്തെ ദിക്ർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, ഈ ദിക്റില്ലേ, ഈ ദിക്ർ നിങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളെ ദാരിദ്ര്യം അല്ലാഹു നീക്കി നൽകും. ദാരിദ്ര്യം നീക്കിയാ മതി. ദാരിദ്ര്യമില്ലാത്ത ജീവിതം ഉണ്ടായാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവോ? ഒരാളെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവോ? ഇല്ലെന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് നൽകൂല. ദാരിദ്ര്യമില്ലാത്ത ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകണോ? ഈ ദിക്ർ ചൊല്ലിക്കോ. ഹബീബായ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ചൊല്ലിക്കോ. കാനലഹു അമാനം മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ മോചനം നിങ്ങൾക്ക് ലഭിക്കും. ആരെങ്കിലും ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലിയാൽ കാനലഹു അമാനം മിനൽ ഫഖർ, ഫഖറിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കും. ഫഖറിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു മോചനം അവർക്ക് ലഭിക്കും. അല്ലാഹു അവർക്ക് കൊടുക്കും. മുഅ്മിനീങ്ങളെ, ദാരിദ്ര്യമില്ലാത്ത ജീവിതം ഉണ്ടായാൽ മതി. ദാരിദ്ര്യമില്ലാത്ത ജീവിതം ഉണ്ടായാൽ നമ്മളെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും. ആവശ്യത്തിന് ചെലവഴിക്കാനുള്ള സമ്പത്ത് അല്ലാഹു നൽകും. ദാരിദ്ര്യം പിടിച്ച ജീവിതമാണെങ്കിൽ ഒന്നിനും ചെലവാക്കാനോ ഒന്നിനും നമുക്ക് സമ്പത്തുണ്ടാവൂല, സമ്പത്തിലെ ബർക്കത്തുണ്ടാവൂല. അതുകൊണ്ട് ദാരിദ്ര്യമില്ലാത്ത ജീവിതം ഉണ്ടാവണമെങ്കിൽ ഈ ദിക്ർ ചൊല്ലിക്കോ. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലാൻ പ്രയാസമുണ്ടോ? ചൊല്ലാൻ പ്രയാസമുണ്ട് മുഅ്മിനീങ്ങളെ, ഒരു പ്രയാസപ്പെടണ്ട. സമ്പത്ത് അല്ലാഹു നൽകും. കുന്നുപോലെ സമ്പത്ത് അല്ലാഹു നൽകും. ദാരിദ്ര്യം അല്ലാഹു ഇല്ലാതെയാക്കും, തുടച്ചു മാറ്റും. മുത്തനബി പറഞ്ഞതാണ്, ഇത് ഞാൻ പറഞ്ഞതല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ചൊല്ലിക്കോ, നിത്യമാക്കിക്കോ. അല്ലാഹുവേ, ദായിമാക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്.
അതുമാത്രമല്ല മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ ആരെങ്കിലും 100 പ്രാവശ്യം ചൊല്ലിയാൽ ഖബറിന്റെ ഏകാന്തതയിൽ അവർക്ക് നേരം പോക്ക് ലഭിക്കും. ഖബറിൽ കൂട്ടാളികൾ ഉണ്ടാകും. ഖബറിൽ അവർക്ക് കൂട്ടാളികൾ ഉണ്ടാകും. ഖബറിന്റെ ഏകാന്തതയിൽ അവർക്ക് നേരം പോക്ക് ലഭിക്കും. ഖബറിന്റെ ഏകാന്തതയിൽ അവർക്ക് നേരം പോക്ക് ലഭിക്കും. മാലാഖന്മാരുടെ സഹായം ഉണ്ടാകും. അവർക്ക് ഖബറിൽ കൂട്ടാളികൾ ഉണ്ടാകും. ഖബറിൽ കൂട്ടാളി ഉണ്ടാകും. ഖബറാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ആദ്യത്തെ ഭവനം. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഭവനം ഏതാണ്? അത് ഖബറാണ്. അവിടെ രക്ഷ വേണം എൻ്റെ മുഅ്മിനീങ്ങളെ, അവിടെ രക്ഷ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ചൊല്ലിക്കോ. കഴിഞ്ഞില്ല പിന്നീടോ വഫുതിഹത് ലഹുൽ അബ്വാബുൽ ജന്ന. അവന്റെ ഖബറിലേക്ക് സ്വർഗീയ കവാടം അല്ലാഹു തുറന്നിട്ട് നൽകും. ആലോചിച്ച് നോക്കി, ഖബറാണ് മുഅ്മിനീങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ നമ്മുടെ കവാടം, നമ്മുടെ ഭവനം അത് ഖബറാണ്. ആഖിറത്തിലേക്കുള്ള ആദ്യ ഭവനം ഖബറാണ്. അവിടെ രക്ഷ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലായിടത്തും രക്ഷ ഉണ്ടാകും. പിന്നെ പോകുന്നിടത്തൊക്കെ നമുക്ക് രക്ഷ ഉണ്ടാകും. അതുകൊണ്ട് ഖബറിൽ അല്ലാഹു സ്വർഗത്തിന്റെ കവാടം അല്ലാഹു തുറക്കും. 100 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ദാരിദ്ര്യം ഉണ്ടാവൂല, ഫഖർ ഉണ്ടാവൂല. പിന്നെയോ ഖബറിന്റെ ഏകാന്തതയിൽ നമുക്ക് എന്തുണ്ടാകും? നേരം പോക്ക് ലഭിക്കും. പിന്നെയോ ഖബറിലേക്ക് സ്വർഗത്തിന്റെ അബ്വാബുകൾ, വാതിലുകൾ, കവാടങ്ങൾ അല്ലാഹു തുറന്നിട്ട് കൊടുക്കും. ഇതുപോലെ ഈ 2 കാര്യങ്ങൾ മുത്തനബി പഠിപ്പിച്ച ഈ 2 കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണേ. സൂറത്തു ആലി ഇംറാനിലെ 26-27 ആയത്തുകൾ ഇൻഷാ നമ്മളോട് ഓതിയതുപോലെ പിന്നീടോ ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ഈ ദിക്ർ, ഈ 2 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പതിവാക്കി കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല, സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും, കടങ്ങൾ അല്ലാഹു വിട്ടി നൽകും. എല്ലാ പ്രയാസവും, സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസവും. പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറാണ് ആദ്യ ഭവനം, അവിടെ രക്ഷയുണ്ടാവും. ഇതുപോലെ മുഅ്മിനീങ്ങളെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. എന്നിട്ട് നിത്യവും ദായിമാക്ക് ഒരു 100 പ്രാവശ്യം ദിക്റും എന്നും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഈ 2 ആയത്തുകൾ, ചെറിയ 2 ആയത്തുകൾ നിങ്ങൾ ഓതി കഴിഞ്ഞാൽ എല്ലാ പ്രയാസം അല്ലാഹു മാറ്റി നൽകും. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി നൽകുന്ന മുഅ്മിനീങ്ങൾ ഇനിയുമുണ്ട്. മുഅ്മിനീങ്ങളെ ഹദീസിൽ വന്ന ധാരാളം ആയത്തുകളും ധാരാളം ദിക്റുകളും ഇൻഷാ അല്ലാഹ് കടങ്ങൾ വിടാൻ, ദാരിദ്ര്യം മാറാൻ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള മജ്ലിസിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സയ്യിദിയ മജ്ലിസിലെ 5:30 മജ്ലിസ് ധാരാളം ആളുകളാണ് പങ്കെടുക്കുന്നത്. ധാരാളം ആളുകൾ അവിടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി, അവരെ മുറാദുകൾ മനസ്സിൽ കരുതി, വേവലാദികൾ, പ്രയാസങ്ങൾ, ഇടങ്ങേറുകൾ, നീറുന്ന നോവുന്ന ദുഃഖങ്ങൾ മനസ്സിൽ കരുതി മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വലിയ ശാന്തത ലഭിക്കുന്ന വലിയ മജ്ലിസ്, ഉത്തരം ലഭിക്കുന്ന വലിയ മജ്ലിസ്, ധാരാളം ഫളലുകൾ ഓരോ ദിവസം അറിയിക്കുന്ന വലിയ മജ്ലിസ്. നമ്മൾ ചൊല്ലുന്നത് മഹത്തമേറിയ ദിക്റുകൾ, ഇസ്തിഗ്ഫാർ, സ്വലാത്തുൽ ഫാത്തിഹ. അറിയാലോ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഗുണം, നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വലിയ മജ്ലിസ് 5:30 മറന്നു പോകരുത്. എല്ലാവരുടെ ദുആ വസിയത്തുകളെ, ഇതിവരുടെ ദുആ വസിയത്തുകൾ വായിസ് അവർക്ക് പ്രത്യേകമായി ദുആ ചെയ്യുന്ന വലിയ മജ്ലിസ് പങ്കെടുക്കാൻ മറക്കല്ലേ. 5:30 അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.